നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സ്വിഗ്ഗി 418 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്കിലോ 297, 52 വീക്കായി 617. സ്വിഗ്ഗിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 54% വർദ്ധിച്ച് 3601 കോടിയിൽ നിന്നും 5561 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ ലോസ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിരിക്കുകയാണ്. 554 കോടിയിൽ നിന്നും 798 കോടിയിലേക്കാണ് ലോസ് ഉയർന്നിരിക്കുന്നത്. ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിലെ ഗ്രോസ് ഓർഡർ വാല്യൂ ഇയർ ഓൺ ഇയറിൽ 18.8% വർദ്ധിച്ച് 8542 കോടിയായി മാറി. മാക്രോ കൺസപ്ഷൻ വോളറ്റൈലായിട്ടുള്ള മാക്രോ കൺസപ്ഷൻ ഉണ്ടായിട്ടും ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റ് മികച്ച ഹെൽത്തി ഗ്രോത്താണ് കൈവരിച്ചിരിക്കുന്നത്. കൂടാതെ പ്ലാറ്റ്ഫോം ഫീസിലുണ്ടായിരിക്കുന്ന വർധനവ് കമ്പനിയുടെ അഡീഷണൽ റവന്യൂവിൽ വർധനവിന് പിന്നിലെ പ്രധാന കാരണമായി മാറി. അതോടൊപ്പം തന്നെ ആവറേജ് മന്ത്ലി ട്രാൻസാക്ഷൻ യൂസർ 34% വർദ്ധിച്ച് 22.9 മില്യണിലേക്ക് എത്തുകയും ചെയ്തു. ക്വിക്ക് കൊമേഴ്സ് ബിസിനസിൻ്റെ ഗ്രോസ് ഓർഡർ വാല്യൂ 7022 കോടിയായി ഉയരുകയും 107% വളർച്ച കൈവരിക്കുകയും ചെയ്തു. ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിൻ്റെ ആവറേജ് ഓർഡർ വാല്യൂ 40% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 697 കോടിയായി മാറി. സ്വിഗ്ഗിയുടെ ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ മികച്ച രീതിയിലുള്ള ഗ്രോത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വാർട്ടർലി റിസൾട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കമ്പനി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൈവരിക്കുകയും ചെയ്തു. ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിൽ മാത്രമല്ല ഇൻസ്റ്റാമാർട്ടിൻ്റെ ഗ്രോസറി ഡെലിവറി സെഗ്മെൻറ്റിൻ്റെയും പെർഫോമൻസ് മികച്ചതാണ്. ആവറേജ് ഓർഡർ വാല്യൂ 40% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ചെയ്തു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം കമ്പനിക്ക് മുകളിലുള്ള ലോസ് വർദ്ധിച്ചത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ ഒരു പ്രൈസ് റിജക്ഷൻ നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. റീസെൻ്റ്ലി 450 എന്ന റെസിസ്റ്റൻസിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി 418 ട്രേഡ് ചെയ്യുന്നു. നാളെ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും 400 എന്ന ലെവലിലേക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് അദാനി പവറുമായി ബന്ധപ്പെട്ടതാണ്. അദാനി പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 11% ഇടിഞ്ഞു. 3332 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 2953 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1% വർദ്ധിച്ച് 13339 കോടിയിൽ നിന്ന് 13487 കോടിയിലേക്ക് എത്തിയപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിൽ 4% ഇടിവ് വരികയും ചെയ്തു. അദാനി പവർ എന്ന കമ്പനി ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുമായി ചേർന്ന് പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററി നമ്മൾ പരിശോധിച്ചാൽ വെതർ ഡ്രിവൺ ഫ്ലക്ച്വേഷൻ ഡിമാൻഡിൽ പ്രകടമായിട്ടും കമ്പനിയുടെ പെർഫോമൻസ് സ്ട്രോങ് ആണ് എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററി പറയുന്നത്. കൂടാതെ കമ്പനി ഏർപ്പെട്ടിരിക്കുന്ന ലോങ് ടൈം പർച്ചേസിംഗ് ഓർഡറുകളുടെ ബെനിഫിറ്റ് വരും സമയങ്ങളിൽ കമ്പനിയുടെ എക്സ്പാൻഷന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. 2031-32 കൂടി 42 ജിഗാവാട്ട് എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. ഇവിടെ ഏകദേശം 23.7 ജിഗാവാട്ടിൻ്റെ ഓപ്പറേഷണൽ കമ്പനി ആൾറെഡി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ അദാനി പവർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്വിഗ്ഗിയും അദാനി പവർ പോലെ 170 നിന്നും പ്രൈസ് റിജക്ഷൻ നേരിടുന്ന ഒരു സ്റ്റോക്കാണ്. 162 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 150 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്